അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ തൻ്റെ ട്രംപ് കാർഡ് ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യക്ക് മേൽ അദ്ദേഹം 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി. ഇന്ത്യയെ വരുതിക്ക് നിർത്താം എന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നതെന്ന് തോന്നുന്നു. ഈ പാകിസ്ഥാനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ വളരെ എളുപ്പത്തിൽ അങ്ങ് ഇന്ത്യയെയും മോഡിയെയും കൈകാര്യം ചെയ്ത് കളയാം എന്നൊരു സങ്കല്പത്തിലാണോ ട്രംപ്? ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടും? ഇപ്പോൾ ഇതിനെയൊക്കെ ഇന്ത്യ വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇത് നമ്മുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? നമ്മുടെ വ്യാപാരത്തെ എങ്ങനെ ബാധിക്കും? നമ്മുടെ സമ്പദ്ഘടനയെ ഇതെങ്ങനെ ബാധിക്കും? ഇന്ത്യ ഇതിനെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? ഇന്ത്യ നേരിടേണ്ടത് എനിക്ക് തോന്നുന്നത് 1998 US ഇതുപോലെ നമ്മൾ പൊഖ്റാനിൽ അണുബോംബ് പൊട്ടിച്ചപ്പോൾ വാജ്പേയി സർക്കാരിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധം 26 വർഷമായിരുന്നു. 2025 മറ്റാണത് അവർ ലിഫ്റ്റ് ചെയ്തത്. അത്രയ്ക്ക് അധികം 2024 ലിഫ്റ്റ് ചെയ്തത്. അത്രയധികം കാലം അവർ ഈ ഉപരോധവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അവർ വിചാരിച്ചത് ഈ ഉപരോധം അന്ന് ജപ്പാൻ ഉൾപ്പെടെ നമ്മളെ ഉപരോധത്തിൽ ആക്കിയിരുന്നു. കാരണം ജപ്പാനും അണുബോംബ് ആരെങ്കിലും നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ വാജ്പേയി പറഞ്ഞത് ഇന്ത്യക്ക് എത്ര കരുത്തുണ്ടെന്ന് ഇവർക്കറിയില്ല. നമ്മൾ ആരുടെയും കീഴിലല്ല ജീവിക്കുന്നത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പരമാധികാരം മാത്രമല്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ഒട്ടുസൂചി മുതൽ റോക്കറ്റ് വരെ വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ, അത്യന്താധുനിക ഉപഗ്രഹം വരെ വിക്ഷേപിക്കാനും നിർമ്മിക്കാനും വിക്ഷേപിക്കാനും ഒക്കെയുള്ള കരുത്തിൻ്റെക്കുണ്ട്. നമ്മൾ അണുബോംബ് പൊട്ടിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചുറ്റുമുള്ള ശക്തികളിൽ പലരുടെ കൈവശവും ഇതുണ്ട്. അപ്പം നമുക്ക് അണുബോംബ് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളത് ഒരു പരീക്ഷണം നടത്തിയതാണ്. അതിനെതിരെ ഏത് സാങ്ഷൻ വന്നാലും നമ്മൾ നേരിടും എന്ന് പറഞ്ഞു. ഈ സാങ്ഷനൊന്നും നമ്മുടെ അടുത്ത് വിലപ്പോയില്ല. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് എത്രയോ കാലം പോയിരിക്കുന്നു. ഇന്ത്യ എത്രയോ വലിയ ശക്തമായിരിക്കുന്നു. ഇന്ത്യ ഇന്ന് പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് പവറായിട്ട് ഒരു 5ാമത്തെ ശക്തിയിൽ നിന്ന് നമ്മൾ 4ാമത്തേലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മൂന്നാം സ്ഥാനം ഏതാണ്ട് ഈ വർഷം തന്നെ അച്ചീവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിന് തടയിടണം. ഇന്ത്യ അത്ര പെട്ടെന്ന് ഒരു 3ാമത്തെ എക്കണോമിക് പവറോ 4ാമത്തെ എക്കണോമിക് പവറായിട്ട് പോലും നിൽക്കരുത്. അതിന് താഴേക്ക് പോകണം. ഇന്ത്യ അങ്ങനെ വളർന്നു വന്നാൽ ഏഷ്യയിൽ തന്നെ ഇപ്പോൾ അവർക്ക് ചൈന വലിയൊരു ഭീഷണിയാണ്. പിന്നെ റഷ്യ പരമ്പരാഗതമായിട്ട് ഭീഷണിയാണ്. അത് ഏഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലും കൂടെ ചേർന്ന് കിടക്കുന്ന രാജ്യം എന്ന് വിചാരിച്ചു. എന്നാൽ പോലും ആ യൂറേഷ്യ രാജ്യമായ റഷ്യ അവർക്കൊരു തലവേദനയായിരിക്കുന്നു. ചൈന തലവേദനയായിരിക്കുന്നു. അതിനോടൊപ്പം അവരെ കൂടെ കൂട്ടി ഒരു സാമന്ത രാഷ്ട്രമാക്കാമെന്ന് കരുതിയിരുന്ന ഇന്ത്യയും ഇങ്ങനെ ആയപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷമമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ കാൽക്കീഴിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമായി മാറണം എന്നുള്ളതാണ് ഇന്നത്തെയും ആഗ്രഹം. അത് ട്രംപ് മാത്രമല്ല, എല്ലാവരുടെയും ആഗ്രഹം അല്ല, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യം തന്നെ ഇന്ത്യയെ എപ്പോഴും വരുതിക്ക് നിർത്തുക എന്നുള്ളതാണ്. അവര് ഇപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ജനങ്ങളുള്ള ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാഷ്ട്രമാണ്. ഇവിടെ നമ്മളിപ്പോഴും ഈ മൺസൂണും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം പട്ടിണിയും ഒക്കെ ആയിട്ട് പാമ്പാട്ടികളുടെ അന്ധവിശ്വാസികളുടെ ഒക്കെ നാടാണ് ഇന്ത്യ എന്നാണ് സായിപ്പ് പൊതുവെ. അത് എപ്പോഴും അവരുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ സാങ്ഷൻ അല്ലെങ്കിൽ ഞങ്ങൾ വലിയ തീരുവ ഏർപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിപ്പോവും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. ആ ഭരണക്രമവും സംവിധാനവും മാറിയിരിക്കുന്നു. എതിരാളികൾ അല്ലെങ്കിൽ നമ്മളെ പ്രതിയോഗികൾ എന്ത് തന്ത്രമാണോ പ്രയോഗിക്കുന്നത് അതിനടുത്ത തന്ത്രം പ്രയോഗിക്കാൻ കെൽപ്പുള്ളവരായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഒക്കെ വളർന്നിരിക്കുന്നു. പീയൂഷ് ഗോയൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതൊന്നും കൊണ്ട് ഞങ്ങളെ തളർത്താൻ കഴിയില്ല. ഡെഡ് എക്കോണമി എന്ന് നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ, ഞങ്ങൾ ഗ്രോയിങ് എക്കോണമിക്ക് തന്നെയാണ്, ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് കുതിക്കാൻ പോവുകയാണ് എന്ന്. ഡെഡ് എക്കോണമി എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. പിന്നെ ആ സ്വപ്നം വെച്ച് പുലർത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡെഡ് എക്കോണമിയാണ്. അത് ട്രംപ് എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും
അത് ഏറ്റുപറയാനായിട്ട് ഇവിടെ ട്രംപിന് ഒരാൾ അല്ല, രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യയെ. അതെ, അത് അസംബ്ലി ഇൻ ഇന്ത്യ. അസംബ്ലിങ് ഇന്ത്യ ആണെന്ന്. അസംബ്ലിങ് ഇന്ത്യ ആണെങ്കിൽ പോലും അതെങ്കിലും ആവാനായിട്ട് കോൺഗ്രസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് അസംബ്ലിങ് ഇന്ത്യ ആണെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാദത്തിന് വേണമെങ്കിൽ അംഗീകരിച്ചാൽ പോലും എന്തുകൊണ്ട് അത് കോൺഗ്രസിന് അത് ചെയ്യാൻ സാധിച്ചില്ല? നമ്മള് ഒരു നേട്ടത്തിന് രാഹുൽ ഗാന്ധിക്ക് പറ്റുന്ന കുഴപ്പം അതാണ്. ഒരു നേട്ടത്തിനെയും ഇന്ത്യയുടെ ഒരു നേട്ടത്തിനെയും അദ്ദേഹം നേട്ടമായി കാണും. അതെ അതെ, ഇന്ത്യയുടെ നേട്ടമായി കാണുന്നില്ല. ഇന്ത്യയുടെ നേട്ടം എന്നല്ല, നമ്മുടെ പിന്നെ ഭാരതത്തിന്റെ നേട്ടമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജനതയുടെ നേട്ടമായിട്ട് ഒന്നും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം എപ്പോഴും അവിടെ എല്ലാം രാഷ്ട്രീയം കാണുകയാണ്. രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും, രാഷ്ട്രീയം എന്ന് പറഞ്ഞാലും പോരാ, സങ്കുചിത രാഷ്ട്രീയം. അതായത് ഏറ്റവും മോശമായതെല്ലാം വടക്കാക്കി തനിക്കാക്കുക എന്നുള്ളത്. അസൂയക്ക് മരുന്നില്ല. അതെ. അപ്പൊ അതേ ആ സമയത്താണ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ കയറ്റി അയക്കുന്നത് പ്രശ്നമായി വരും. നമുക്ക് വേറെ ഓപ്പണിംഗ് ഒരുപാടുണ്ട്. നമ്മൾ പല മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ ഇത് ശ്രീലങ്കയ്ക്ക് കൊടുത്ത് ശ്രീലങ്ക വഴി പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്രീ ട്രേഡ് ബ്രിട്ടനുമായിട്ട് നടത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലേക്ക് നമ്മുടെ സാധനങ്ങൾ കയറ്റി അയച്ച് ബ്രിട്ടനിൽ നിന്ന് പോകുന്ന സംവിധാനം, ഇങ്ങനെ പല കാര്യങ്ങൾ. അമേരിക്ക ഇങ്ങനെ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാകണം ബ്രിട്ടനുമായിട്ട് വളരെ നേരത്തെ, അതൊരു സംശയമില്ല, ആഴ്ചകൾക്ക് മുമ്പേ ട്രംപിനെ ഒന്ന് വരട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ സാങ്ഷൻ വയ്ക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ തീരുവ നടത്താനോ വന്ന ഒരു തീരുവയില്ലാതെ ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കാനും ഇവിടെ ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നയം എന്താണ്? ആ നയം ലോകത്ത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു നയമാണ്. താൻ തൻ്റെ അയൽക്കാരൻ്റെ കയ്യിൽ നിന്നോ അപ്പുറത്തെ വീട്ടുകാരൻ്റെ നിന്നോ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ സാധനം ഞാൻ തരില്ല, അല്ലെങ്കിൽ തരുന്നത് ഡബിൾ വിലയ്ക്ക് തരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഏത് ന്യായമാണ്? ലോകരാഷ്ട്രങ്ങളിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു ന്യായമാണ്. നിങ്ങൾ റഷ്യയുമായി ഇടപെടുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. റഷ്യക്ക് എന്താ കുഴപ്പം? റഷ്യ തീവ്രവാദ രാഷ്ട്രമാണോ? അല്ല. റഷ്യയുടെ ഒരു കുഴപ്പമേ ഉള്ളൂ, അവർ നാറ്റോയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. നാറ്റോയായിട്ട് യുദ്ധം ചെയ്യാൻ കാരണം എന്താണ്? അവിടെ ഉക്രൈനിൽ നാറ്റോക്കാർ അവരുടെ ശത്രുവിന് സപ്പോർട്ട് കൊടുക്കുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നാറ്റോയായിട്ട് അവർക്ക് എതിർപ്പില്ല. നാറ്റോ അവിടെ വന്ന് പിന്നെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു, അവിടെ അവരുടെ ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിനെ റഷ്യ എതിർക്കുന്നു. റഷ്യയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സ്വന്തം രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് മത്സരിക്കേണ്ടി വന്നാൽ, യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാമെന്നുള്ളത് UN തന്നെ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു പരമ്പരാഗത ബന്ധുരാഷ്ട്രത്തിനെതിരെ നമ്മൾ നിലപാടെടുക്കണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ തീരുവ ചുമത്തും എന്ന് പറയുന്നു. തീരുവ ചുമത്തുന്ന മാത്രമല്ല, ഇതിന് ഫൈനും കൂടെ. തീരുവ ഇത്രയാണ്, 25%. ഇനി റഷ്യയോട് ഇടപെടുന്നതിന് വേറൊരു ഫൈനും കൂടി. അതിനി 10%, 20% എന്നുള്ളത് അദ്ദേഹത്തിന്റെ തിരുവായ് മൊഴി കേട്ടാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാങ്ഷൻസ് ഒന്നും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ പണ്ടത്തെ ഇന്ത്യയല്ല. ഇന്ത്യ ലോകത്തിലെ ഏതാണ്ട് 198 രാഷ്ട്രങ്ങളുമായിട്ടും വളരെ സൗഹൃദ ബന്ധം നിലനിർത്തുന്ന ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ നമ്മളോട് സൗഹൃദത്തിൽ വന്നാൽ സൗഹൃദത്തിൽ പോകാൻ തയ്യാറാണെന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈൻ. പക്ഷേ അവർ സൗഹൃദത്തിൽ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നത്. ഇപ്പം മാൽദീവ്സ് നമ്മളുമായിട്ട് ഭയങ്കരമായ യുദ്ധത്തിലും പ്രശ്നത്തിലും ആയിരുന്നില്ലേ, സംഘർഷത്തിലായിരുന്നില്ലേ? ഇപ്പം അത് മാറ്റിയില്ലേ? ഇപ്പം മാലദ്വീപിൽ നമ്മൾ വലിയ ഒരു പ്രതിരോധ നെറ്റ്വർക്ക് ഉൾപ്പെടെ ഉണ്ടാക്കാനായിട്ട് മാലി സർക്കാർ നമ്മളോട് സഹകരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സമുദ്രത്തിലെ ഒരു വലിയ പ്രതിരോധ സംവിധാനം വരെ അവിടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്ക പഴയ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മളിത് ഇപ്പം മാറാത്ത, നമുക്ക് നഷ്ടപ്പെട്ടത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം. അത് ഇപ്പോഴത്തെ പുതിയ അവിടുത്തെ ഭരണകൂടം എടുക്കുന്ന നിലപാടുകൾ കൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കഴിച്ചാൽ, മറ്റു പല രാഷ്ട്രങ്ങളുമായിട്ട് ഇപ്പോൾ ചൈന വളരെ ദൃഢമായ ബന്ധത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ചൈനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയോട് കോർക്കുന്നത് നല്ലതല്ല, ഏറ്റുമുട്ടിയാൽ അത് പ്രശ്നമാണ്. അപ്പോൾ സൗഹൃദത്തിൽ പോയി കുറച്ച് പണമെങ്കിലും ഇവരെ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ചൈനയ്ക്ക് ഒരു ലക്ഷ്യമില്ലാതെ അവർക്ക് വ്യാപാരം ഏതെങ്കിലും ഊറ്റിൽ കാണും. ഒന്നുകിൽ ഭൂമി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ധാതുക്കൾ പിടിച്ചെടുക്കുക. ഇതൊന്നും നടന്നില്ലെങ്കിൽ കച്ചവടം വഴിയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുക. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഒരു സന്ധി ബന്ധവും വന്നിരിക്കുന്നത്. വേറൊന്ന്, ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് എന്ന് പറയുന്നത് ലോകത്തെ ഒരു പവർഫുൾ വലിയ ഒരു വൻ ശക്തി തന്നെയാണ്. ഇത് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ട്. അത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല.
ആ ശക്തി അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നതിന് റഷ്യ എടുക്കുന്ന യത്നം വളരെ വിലപ്പെട്ടതാണ്. അതെ. അതിന് അതുപോലെ റഷ്യയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിലും സഹായിക്കുന്നതിലും ഇന്ത്യ സ്വീകരിക്കുന്ന അതാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ദേഷ്യം വന്നിരിക്കുന്നത്. കാരണം നമ്മൾ എണ്ണ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് അവിടെ പോവുകയും അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കാൻ അത് ഉപയോഗിക്കും, അത് അവർ നാറ്റോയ്ക്ക് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് ഇവിടെ പ്രോസസ് ചെയ്ത് നമ്മൾ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ വിൽക്കുന്നു, അതിലൂടെ വലിയ വരുമാനം നേടുന്നു. എണ്ണയില്ലാത്ത രാജ്യം എണ്ണ വിൽക്കുന്നു. അപ്പൊ അതൊക്കെയാണ് അവർക്കുള്ള പ്രശ്നങ്ങൾ. അത് ഈ ട്രംപിനും അതേ അസൂയുണ്ട്, രാഹുൽ ഗാന്ധിക്കും. ട്രംപ് വേറെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇറാനുമായിട്ടും ഇതുപോലെ ബന്ധം പാടില്ല. ഇറാൻ മറ്റൊരു ശക്തി തന്നെയാണ്. ഇറാനെ കീഴ്പ്പെടുത്താൻ പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിച്ച ഇസ്രായേൽ തെറ്റിപ്പോയി, അമേരിക്കയ്ക്കും തെറ്റിപ്പോയി. അവരിപ്പോഴും അണവായുധ പ്രശ്നത്തിൽ കീഴടങ്ങിയിട്ടില്ല. അപ്പോൾ ഇറാനും ഒരുപക്ഷെ ഇന്ത്യയും ഇസ്രായേലും പിന്നെ ചൈനയും റഷ്യയും ഒക്കെ ചേർന്ന് ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത്, അച്ചുതണ്ട് ശക്തിപ്പെടുന്നത്, അതുപോലെ തന്നെ ന്യൂട്രലായിട്ട് നിൽക്കുന്നത് നമുക്ക് തോന്നുന്ന ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാഷ്ട്രങ്ങളും നമ്മളോട് വളരെ, യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങളും, ഇപ്പൊ ബ്രിട്ടൻ നമുക്ക് വളരെ അടുത്ത്. ബ്രിട്ടനുമായിട്ടുള്ള കരാർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് യൂറോപ്പിലെ മൊത്തം രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു കരാറിലേക്ക് പോകുന്ന, അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ പൊതുവെ സ്വതന്ത്ര വ്യാപാര കരാറിന് താല്പര്യമുള്ളവരാണ്. അവർ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കാർബൺ പോളിസി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ പരിഹരിക്കാനായത് ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് ബ്രിട്ടനിൽ ട്രേഡ് നടത്തുന്നു പറഞ്ഞാൽ ആ ട്രേഡ് യൂറോപ്പിലെ ഏത് രാഷ്ട്രത്തിനും പിന്നെ നടത്താൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളത് തെളിയിക്കാൻ കൂടെ കഴിയും. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ കവാടം നമുക്ക് തുറന്നു കിട്ടിയാൽ നമ്മൾ ഇത്രയും ദൂരം നടന്ന് അടുത്ത ഹെമിസ്ഫിയറിൽ പോയി പിന്നെ അമേരിക്കയുമായിട്ടൊരു വലിയ കരാറിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അമേരിക്കയുടെ ചില സഹായങ്ങൾ നമുക്ക് ഗുണകരമാണ്, അത് നമ്മൾ നിഷേധിക്കാനും പാടില്ല. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ, പണ്ട് നമുക്ക് സാങ്ഷൻ ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ അതിജീവിച്ചില്ലേ, അതുപോലെ ഈ താരിഫൊന്നും അതിജീവിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള എവിടെയും നുഴഞ്ഞു കയറി ഇന്ത്യയുടെ മാർഗങ്ങൾ, ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ തേടുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലീഡർഷിപ്പിന് ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് ഇന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് ട്രംപിൻ്റെ ഈ വെല്ലുവിളി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ മൂന്നാം ലോകശക്തി ആക്കിക്കൊണ്ടായിരിക്കും. അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ട്രംപും ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മാറും. ഇതുപോലെ ആയിരുന്നില്ല ചൈനയോടും ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് 150%, 120% തീരുവ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവസാനം പൂച്ചയെ പോലെ പതുങ്ങി അവരുടെ പൂച്ചയെ പോലെയായിട്ട് മാറി. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടും ഞാൻ അറിഞ്ഞത് നരേന്ദ്രമോദി ഇതിനകം തന്നെ ട്രംപുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം പിടിവാശികളുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കും വേറെ മാർഗ്ഗമില്ലാതെ വരും. അതുകൊണ്ട് പിടിവാശി ഉപേക്ഷിച്ച് ഒരു 5 റൗണ്ട് ടോക്ക് ഇതിനകം തന്നെ കഴിഞ്ഞു കിട്ടും. എന്നിട്ടാണ് ഇപ്പോൾ ഈ 25% വന്നത്. ഇത് കുറെ കൂടെ മാന്യമായിട്ടുള്ള ഒരു തീരുവയിൽ വരും. വന്നില്ലെങ്കിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റൈൽസ് രംഗത്ത്, സുഗന്ധദ്രവ്യ രംഗത്ത്, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് പലതും ഇറക്കുമതി, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അസംബിൾ ചെയ്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ചയക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ആപ്പിൾ ഫോണ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യ വളരെ ഒരു പിന്നെ പ്രൊഡക്ഷൻ സംബന്ധിച്ച് ചീപ്പായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണല്ലോ. അതുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെടാൻ ഒരുപാട് രാഷ്ട്രങ്ങൾ തയ്യാറാവും. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഓപ്പണിംഗ് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചില പ്രതിസന്ധികൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുമെന്ന്. കാരണം അപ്പോഴേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. അയ്യോ ഇന്നൊരു പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ ഇനി വേറെ ഏത് വഴിയിലേക്ക് പോകാം എന്ന് ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു അവസരവും കൂടിയാണ്. അത് മുതലാക്കാനും ആ അവസരം ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സർക്കാർ നമുക്കുണ്ട്. അതുകൊണ്ട് മാറ്റം തന്നെ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.